ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചു. സൺഡേ ആണ്, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് വന്നത് മീക്കുട്ടീനെ കൊണ്ട് ഒരു പാർക്കിലേക്കാണ്. അടിപൊളി പാർക്കാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് നടക്കാനുള്ള ദൂരമല്ല ഉള്ളൂ. ഇത് ഫുള്ള് റബ്ബറാണ് കേട്ടോ. റബ്ബറിൻ്റെ ചെറിയ ചെറിയ പീസുകളായിരുന്നു അവിടെ ഫുള്ള് അവർ നിലത്തിട്ടിരുന്നത്. കുട്ടികൾ വീണാലും അവർക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ മീക്കുട്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന ദിവസവും പറ്റിയില്ല, നേരവും പറ്റിയില്ല. നല്ല വെയിലായിരുന്നു. ചൂട് കൊണ്ടൊക്കെ നമ്മുടെ ശരീരം മുഴുവൻ പൊള്ളുക എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽക്കുട്ടിക്ക് കുറേ നേരം കളിക്കാനൊന്നും പറ്റിയില്ല. അവളെ പറഞ്ഞു നമുക്ക് പോവാമെന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കും വെയിലിൻ്റെ ആഘാതം എന്ന് മനസ്സിലാക്കാം. അതിനിടയ്ക്ക് പ്രജേട്ടൻ വേറൊരു ഊഞ്ഞാൽ കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ പറയായിരുന്നു ഞാൻ ഇത് ഫോട്ടോ എടുത്ത് ഇവിടെയുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ കോസ്കോ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മീക്കുട്ടി ഞാനും കൂടി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വായ കഴിച്ചിട്ട് മതിയായ പിന്നെ ഭയങ്കര ഷെയറിങ് ആണ്. കോസ്കോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ബില്ല് കാണിച്ചു കൊടുക്കണം. അങ്ങനെ മീക്കുട്ടി ബില്ല് കാണിച്ചു കൊടുത്തപ്പോൾ അവരൊരു പൂച്ചേനെ വരച്ചു കൊടുത്തു, പിന്നെ ഒരു സ്റ്റിക്കറും കൊടുത്തു. മീക്കുട്ടി ഹാപ്പി. അവിടെ നിന്ന് നേരെ പോകുന്നത് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ്. ഈ പുറത്തുള്ളവർ മിക്കവാറും ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ഒക്കെ ഇന്ത്യൻ സ്റ്റോറും കോസ്കോ തന്നെയായിരിക്കും. വീട്ടിലേക്ക് പോരുമ്പോഴേക്കും നല്ല മഴ പെയ്തിരുന്നു. കുറച്ച് നേരം ഞങ്ങൾക്ക് കാറിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല, അതിശക്തമായ മഴയായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലെത്തി ഞാനും മീക്കുട്ടിയും കൂടി ബാൽക്കണിയിൽ പോയിട്ട് ഇരുന്ന് മഴ കാണുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മീക്കുട്ടി ജനലിൽ കൂടെ നോക്കിയപ്പോൾ നല്ലൊരു റെയിൻബോ. ഞങ്ങൾ വേഗം തന്നെ താഴത്തേക്ക് പോന്നു. ഇത്രയും വലിയ റെയിൻബോ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കണ്ടിരുന്നു. ഈ ക്യാമറയിലൊന്നും അത്രത്തോളം ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രജേട്ടനെ വിളിച്ച് പ്രജേട്ടനോടും വരാൻ പറഞ്ഞു. 3 പേരും കൂടി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. പ്രജേട്ടൻ്റെ കൂടെ നേരെ ക്ലബ് ഹൗസിലേക്ക് പോയി കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.